മെസ്സിയും സംഘവും ഈ വർഷം വരില്ല എന്ന് അറിയിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാൻ. ഈ ഒക്ടോബറിൽ വരണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. ഇത് അർജന്റീന ടീം അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബറിൽ ടീം കേരളത്തിൽ എത്തുമെന്ന് പറഞ്ഞതിനാലാണ് പണമടച്ചത്. തുക അടച്ചതിന് ശേഷമാണ് ഈ വർഷം വരാൻ കഴിയില്ല എന്ന് അർജന്റീന ടീം അറിയിച്ചത്. കേരളത്തിന് ഏതെങ്കിലും തരത്തിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അർജന്റീന മാത്രമെന്നും നമ്മുടെ കായിക മന്ത്രി പറയുന്നു. നിലവിൽ അർജന്റീന ടീമുമായി ബന്ധപ്പെട്ട് കരാറൊപ്പിട്ടുണ്ട്. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ അർജന്റീന ടീം മാനേജ്മെന്റ് പണം അയക്കാൻ മെയിൽ അയച്ചപ്പോഴാണ് നമ്മൾ പണം അയച്ചത്. അവർ പറഞ്ഞത് 2 വിൻഡോ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ. അതിനുശേഷം അവർ ഒക്ടോബറിൽ നിർബന്ധമായി കേരളത്തിലെത്തുമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പണം അയച്ചു. പക്ഷേ പണം സ്വീകരിച്ചതിന് ശേഷം അവർ പറഞ്ഞത് ഞങ്ങൾക്ക് 26 സ്വാഭാവികം നമുക്കത് കഴിയില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒക്ടോബറാണ് ഉദ്ദേശിച്ചത്. അതാണ് 25 ഒക്ടോബർ. അതിൽ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് അവരാണ് തീരുമാനിക്കുന്നത്. കേരളത്തിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അർജന്റീന ടീമിനായിരിക്കും. അത് വസൂലാക്കാനുള്ള നടപടി. നമുക്ക് ഈ തുക അടച്ചത് സ്പോൺസർഷിപ്പിൽ പൂർണ്ണമായി സ്പോൺസറാണ്. അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത. ഇതിൽ സംസ്ഥാന ഗവൺമെന്റിന് യാതൊരു വിധത്തിലും സാമ്പത്തിക ബാധ്യതയില്ല. മറ്റൊന്ന്, ഈ പണം അടച്ചാൽ എങ്ങനെ നഷ്ടപ്പെടും? നിങ്ങൾ കളിക്ക് വേണ്ടി പണം അടച്ചില്ല, നിങ്ങൾ വന്നില്ലെങ്കിൽ ഇതിന് നഷ്ടം കൂടി തരേണ്ടത് അവര് സംസ്ഥാനത്തിനാണ് തരേണ്ടത്. അത് തിരികെ കിട്ടും തീർച്ചയായും. എന്താ സംശയം? പൂർണ്ണമായിട്ടുള്ള എവിഡൻസോടുകൂടിയല്ലേ നമ്മൾ പണം അയച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നഷ്ടം കേരളത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരളത്തിലാണ്. ഇംതിയാസ് കരീമും അരുൺ അമർനാഥും വിവരങ്ങളുമായിട്ടുണ്ട്. ആദ്യം ഇംതിയാസിലേക്ക്. ഇംതിയാസ്, മന്ത്രി ഇങ്ങനെ പലതവണ മന്ത്രിയിൽ നമ്മൾ കേട്ടു, വരും, പിന്നെ പറയുന്നു വരില്ല, പിന്നെ പറയും വരുന്നു. ഇപ്പോൾ ഏകദേശം ഉറപ്പിക്കുന്നു എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നാളെ വീണ്ടും ഇല്ല അർജന്റീന ടീം അവരുടെ നിലപാട് മാറ്റി വരുമെന്ന് പറഞ്ഞുവെന്ന് മന്ത്രിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഏകദേശം ഒരു തീർപ്പായോ? മെസ്സി വരില്ല, ഇതെല്ലാം ചുമ്മാ പറഞ്ഞു വെച്ച പുകയാണെന്ന്? ദിവിഷ്മണി, കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അദ്ദേഹം തന്നെ പലതവണ ഈ അർജന്റീന ടീമും മെസ്സിയും കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് പലവിധ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചതിന്റെ പ്രധാന ഉത്തരവാദി മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അദ്ദേഹം പറയുന്നത് ഇത് അർജന്റീന ടീം ഒക്ടോബറിൽ കേരളത്തിലേക്ക് എത്തുമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പണം അയച്ചത്. അത് റിസർവ് ബാങ്ക് മുഖേന ഔദ്യോഗികമായി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. സ്പോൺസറാണ് പണം അടച്ചതെന്നൊക്കെ പറയുന്നു. ഇത് വന്നില്ലെങ്കിൽ അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ആ പണം അർജന്റീന ടീം തിരിച്ചു നൽകുകയും ചെയ്യും. അതിന്റെ ഉത്തരവാദി അർജന്റീന എന്ന രൂപത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ മന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. നമ്മളിതിൽ നോക്കിക്കാണേണ്ട ഒരു വിഷയം, 2025 ഫിഫയുടെ ഔദ്യോഗിക കലണ്ടർ തന്നെ പുറത്തിറക്കിയപ്പോൾ അർജന്റീന അവരുടെ ഷെഡ്യൂളും പുറത്തിറക്കിയിരുന്നു. ആ ഷെഡ്യൂളിൽ എവിടെയും തന്നെ അർജന്റീന കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് എവിടെയും ഷെഡ്യൂൾ ഉണ്ടായിരുന്നില്ല. അതിൽ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലൊക്കെ മെസ്സി സന്ദർശിച്ചു പോകുന്നുണ്ട്. പക്ഷെ അർജന്റീന ടീം വരുന്നതായിട്ടും അതിലൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ വലിയ ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട വിവിധ കോണുകളിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോഴും മന്ത്രി അടക്കമുള്ളവർ, സ്പോൺസർ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഒരു ശുഭപ്രതീക്ഷ മുന്നോട്ട് വെച്ചപ്പോൾ അത് ആ രീതിയിൽ ഒരു പക്ഷേ എല്ലാവരും ആരാധകരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെ കോഴിക്കോട് ഒരു പരിപാടി നടന്നിരുന്നു. ആ പരിപാടിയിലും വിദ്യാർത്ഥികളെ ഇരുത്തിക്കൊണ്ടൊരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിലും ഔദ്യോഗികമായി തന്നെ ഒക്ടോബറിൽ മെസ്സി വരുമെന്ന് കുട്ടികളോട് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ മന്ത്രിയെ പിറ്റേ ദിവസം മാധ്യമ പ്രവർത്തകർ പോയി കണ്ടിരുന്നു. ഒരക്ഷരം മിണ്ടാതെയാണ് അന്ന് വി അബ്ദുറഹ്മാൻ അന്ന് കടന്നുപോയത്. പലതവണ അബ്ദുറഹ്മാൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാനടക്കം മന്ത്രിയോട് ചോദിച്ചതാണ് ഈ മെസ്സി വരുന്ന കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടായിട്ടുണ്ടോ എന്ന്. അന്നൊന്നും ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഉടനെ വരും എന്നുള്ള രൂപത്തിൽ പലതവണ അദ്ദേഹം ഫേസ്ബുക്കിലും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. മെസ്സി വരും ട്ടോ എന്ന രൂപത്തിലായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചൊരു പോസ്റ്റ് വരെ ഉണ്ടായിരുന്നത്. ആ രീതിയിൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന തരത്തിൽ പലതവണ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, സ്പോൺസറുടെ ഭാഗത്ത് നിന്നൊക്കെ പല രീതിയിൽ കാര്യങ്ങൾ വന്നതാണ്. അതാണ് ഇപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഔദ്യോഗിക കലണ്ടർ പ്രകാരം, ഈ ഫിഫയുടെ കലണ്ടർ പ്രകാരം തന്നെ ഷെഡ്യൂളിൽ കേരളമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2026 വേണമെങ്കിൽ 2026 കേരളത്തിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് അർജന്റീന ടീം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് തയ്യാറല്ല എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ പറയുന്നത്. കാരണം സ്പോൺസർ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 2026 പറ്റില്ല, 25 തന്നെ വരണം, ഇപ്പോൾ വന്നാലേ നടക്കുകയുള്ളൂ എന്ന രൂപത്തിലാണ് സ്പോൺസർ ഇതിൽ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം. അതിലൊരു ആശയക്കുഴപ്പമുണ്ട്. കാരണം എന്തുകൊണ്ടാണ് മെസ്സിയെ